ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നലെ ഇക്ക വൈകുന്നേരം വന്നപ്പോഴത്തേക്ക് കൊണ്ടുവന്നതാണ് പുഴമീൻ. കണ്ടില്ലേ, രണ്ട് സൈസോ 3 സൈസോ ഉണ്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. അറിയാവുന്നവരൊന്ന് ഗസ് ചെയ്യണേ. പിന്നെ അങ്ങനെ ഇക്കാക്ക് വറുക്കുന്നതാണ് ഇഷ്ടം. നമ്മൾ ഈ മീൻ ഇതുവരെ കറി വെച്ചിട്ടില്ല, വറുത്തിട്ടേ ഉള്ളൂ. അന്നേരത്തേക്ക് ഇത് കറി വെച്ച് കൂട്ടിയവരൊന്ന് പറയണേ എങ്ങനെ ഉണ്ടെന്ന്, കൊള്ളാവോന്ന്. ഞാൻ ഇന്നുവരെയും കറി വെച്ചിട്ടില്ല. ഈ മീൻ പൊരിക്കാറാണ്. അത് കണ്ടിക്കാൻ ഇച്ചിരി റിസ്ക്കാണ് ഗൈസ്. എന്ന് വെച്ചാൽ അത് വഴുകിപ്പോവും. നമുക്കത് കൈ പിടിക്കാൻ പറ്റത്തില്ല, പിടിച്ച് ചെതുമ്പാൻ പറ്റത്തില്ല, ഭയങ്കര പാടാണ്. അത് കാരണം ഞാൻ അത് ചെതുമ്പാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാത്രത്തിൽ ചാമ്പ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലിട്ട് കണ്ടിച്ച് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ മീൻ. ഞാൻ ഇതിൻ്റെ തോലൊന്നും കളയുന്നില്ല. തോല് കളയാതാണ് ഞാൻ കറി വെക്കാറ്. പിന്നെ ഇതിനകത്ത് അരപ്പ് പുരട്ടാനായിട്ട് എടുത്തതാണ് വെളുത്തുള്ളി, ഇഞ്ചി, കാന്താരി മുളക്, പിന്നെ കറിവേപ്പില, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ നമ്മളെല്ലാ പൊടി ഐറ്റങ്ങളും എഴുതിയിട്ട് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം മീൻ പൊരിക്കുന്നതിനകത്ത് എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന്. ഒരു സാധനം മാത്രമേ എൻ്റെ കൈവശം ഇല്ലായിരുന്നു, അതായത് കുരുമുളക് പൊടി. അതുകൊണ്ട് ഞാൻ അത് ചേർത്തിട്ടില്ല. ബാക്കി എല്ലാ പൊടികളും ചേർത്ത് ഞാനിത് നല്ല വൃത്തിയാണ് അരച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് ലേശം വെളിച്ചെണ്ണയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല വൃത്തിയാണ് അരച്ചു കൊടുക്കുന്നത്. ഇവിടെ നല്ല വൃത്തിയാണ് ഞാനത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഴുകി വരഞ്ഞ് വെച്ചേക്കുന്ന അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഞാൻ പിന്നെ ഇതിൽ ലേശം നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു നാരങ്ങ ചേർക്കുന്നു, അതായത് ഉണങ്ങിയതായതുകൊണ്ട് നീര് കുറവാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഒരു നാരങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല വൃത്തിയാണ് അത്. നാരങ്ങ നീരൊക്കെ ഒഴിച്ച് അരപ്പ് നല്ല വൃത്തിയാണ് പുരട്ടിയെടുക്കുന്നുണ്ട്. അരപ്പൊക്കെ നല്ല വൃത്തിയാണ് നമുക്ക് പുരട്ടി കൊടുക്കാം. അതിന് ശേഷം അതിലേക്ക് വേണ്ടുന്ന ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കണം. ഉപ്പൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. ഇട്ടതിന് ശേഷം ഒന്ന് നാക്കെ വെച്ച് നോക്കുക, ഉപ്പൊക്കെ മതിയോ എന്ന് നോക്കിയതിന് ശേഷം അത് നല്ല വൃത്തിയാണ് നമ്മൾ ആ അരപ്പ് ആ മീനി പിടിക്കത്തക്ക രീതി നല്ല കണക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ആ വരഞ്ഞേക്കുന്നതിൻ്റെ അടിഭാഗത്തൊക്കെ നല്ല കണക്ക് തേച്ച് പിടിപ്പിക്കണം. എങ്കിലേ ആ അരപ്പ് നമ്മൾ ആ മാംസത്തിലൊക്കെ അരപ്പ് പിടിക്കത്തുള്ളൂ. ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇച്ചിരി അരപ്പ് വലിയ കഷ്ണമായതുകൊണ്ട് അരപ്പ് പിടിക്കുക ഇച്ചിരി പാടാണ്. നമ്മൾ നല്ല വൃത്തിയാണ് അരപ്പ് തേച്ച് കൊടുക്കുക. എന്നിട്ടൊരു പാൻ അടുപ്പത്ത് ഞാനത് അരമണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മൾ കഴിക്കാൻ നേരമാണ് ചൂടോടെ പൊരിച്ച് കൊടുക്കാറ്. അതുകൊണ്ട് അത് ഫ്രിഡ്ജിൽ ഇരുന്നതാണ്. ഞാൻ എടുത്ത് പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ലേശം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണയുടെ വിലയൊക്കെ അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇവിടെ എടുത്തിട്ടുള്ളൂ. അതിൽ കിടന്ന് വേവണം. ഞാനിവിടെ ഇത് അടച്ച് വെക്കുന്നുണ്ട്, അടച്ചു കൊടുത്തിട്ടാണ് വേവിക്കാറ്. ഇവിടെ ഞാൻ മീൻ പൊരിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇക്ക കഴിക്കാനും തുടങ്ങി. ഇക്കാക്ക് ചപ്പാത്തിയും മീൻ പൊരിച്ചതും മീൻ കറിയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു.